നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് തൊടുപുഴ മലങ്കരയിലാണ്. ഏവർക്കും സ്വാഗതം. ഒരു പ്രദേശത്തിൻ്റെ ആകെ പ്രതീക്ഷയാണ് മലങ്കര ടൂറിസം പദ്ധതിയുടെ വികസനം. ഓരോ ബജറ്റിലും മലങ്കര ടൂറിസം പദ്ധതിക്കായി കോടിക്കണക്കിന് രൂപയാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇതെല്ലാം പാഴ്വാക്കാവുകയാണ്. പ്രഖ്യാപിച്ച തുക ഏത് രീതിയിലാണ് ചെലവാക്കിയത്, എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിലവിൽ അവിടെ പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് തുറന്ന് വിനോദസഞ്ചാരികൾക്ക് അത് തുറന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. അത് ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമാണ്. അപ്പം നമ്മളത് നമ്മുടെ MEIP മുഖാന്തരം ഇടപെട്ടാൽ നമുക്കതിന് കൂടുതൽ സാധ്യതയുണ്ടാകുകയും നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്കാർ അങ്ങനെ വിനോദ സഞ്ചാരികൾ വരികയാണെങ്കിൽ അതേ രീതിയിലുള്ള നമുക്കൊത്തിരി വരുമാനം കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്കും എല്ലാം അതിൻ്റെ വരുമാനം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അതുകൂടാണ്ട് നമ്മുടെ പഞ്ചായത്തിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കും അതിനകത്തുനിന്ന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തെന്ന് പറഞ്ഞാൽ വളരെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം നമുക്കും അതേ രീതിയിൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണെങ്കിൽ തുറന്നു കൊടുത്ത് ആണെങ്കിൽ MEIP അതിന് മുഖ്യമായിട്ട് പങ്കുവഹിക്കണം. അതുകൂടാണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വികൃത്തായ ഒരു പദ്ധതിയാണ് അത്. നമ്മുടെ BJ ജോസഫ് സാറ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ അത് മുന്നോട്ട് പോകാൻ ഇപ്പം നമ്മൾ MEIPയും നമ്മുടെ കളക്ടറും ജോസഫ് സാറും എല്ലാം കൂടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിനുള്ള ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറ് കുറച്ച് ഫണ്ട് MLA ഫണ്ട് വെച്ചിട്ടുണ്ട്. അതും കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക് പഞ്ചായത്തിനൊക്കെ ഉചിതമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ നമ്മൾ ഇവിടെ മൂന്നാർ പോകുന്ന വിനോദസഞ്ചാരികൾ അതുപോലെ തേക്കടി മുതലായ ഭാഗത്തോട്ട് പോകുന്ന വിനോദസഞ്ചാരി ഇതിലേ കടന്നാണ് പോകുന്നത്. അപ്പോൾ അവർ ഇവിടെയും വന്നു കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാവും. അവർ അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നേട്ടങ്ങളുണ്ടാകുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുവാദം കിട്ടാത്തതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. നമുക്കതിന് മുകളിൽ നിന്നുള്ള അനുവാദം കിട്ടണം. അതിപ്പോൾ ഏതാണ്ട് ഒരു അനുവാദം കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിനോദസഞ്ചാരി നമ്മൾ ബോട്ട് സർവീസ് നടത്തുകയും ആനസവാരി അങ്ങനെയുള്ളതെല്ലാം നടത്തുവാണെങ്കിൽ ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുകയും നമുക്കത് അതിൻ്റേതായ നേട്ടം പഞ്ചായത്തിനുണ്ടാകുകയും ചെയ്യും. വ്യാപാരികൾക്കാണേലും അതുപോലെ നമ്മുടെ വാഹനങ്ങൾ ഓട്ടോറിക്ഷ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിൽ അത് അതിൻ്റെ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകും എന്നാണ് പറയാനുള്ളത്. തൊടുപുഴയുടെ ഉപനഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന മുട്ടം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വികസന സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്നുള്ളത്. നമുക്കറിയാം, മലങ്കര ടൂറിസം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ 24 മണിക്കൂറും അതുപോലെ തന്നെ 12 മാസക്കാലവും ജലസമൃദ്ധമായി നിൽക്കുന്ന ഒരു ഡാമാണ് മലങ്കര ഡാം. ആ ഡാമിൽ ഈ ടൂറിസം സാധ്യതകൾ വളരെയേറെ പ്രയോജനമാകുന്ന രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുമെങ്കിലും ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി കാത്തുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ നിൽക്കുകയാണ്. ഒത്തിരിയേറെ പദ്ധതികൾ ഇവിടെ നമ്മുടെ MLAയുടെയും MP യുടെയും ഒക്കെ നേതൃത്വത്തിൽ സമർപ്പിച്ചെങ്കിലും യാതൊന്നും നടപ്പിലായി വരുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, ടൂറിസം ഈ നാടിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പല ഹൈറേഞ്ച് മേഖലകളിലടക്കം ഹോം സ്റ്റേ ടൂറിസം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജലസമൃദ്ധമായ മലങ്കര ജലാശയത്തിൽ ബോട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സവാരി ഉൾപ്പെടെ ബോട്ട് സവാരി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമുക്കറിയാം നയനമനോഹരമായ ഒരു പ്രദേശം കൂടിയാണ്. അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ടൂറിസം സാധ്യതകൾ നിലനിൽക്കെ അത് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നമുക്കറിയാം ടൂറിസം മന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിലൊരു മലങ്കരയോട് കാണിക്കുന്ന ഒരു അവഗണന ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് മാറിക്കൊണ്ട് നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തറക്കല്ലിട്ട് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ടൂറിസം എൻട്രൻസ് പ്ലാസ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് ഇന്നും തുറന്നു കൊടുക്കാനാവാതെ ഒരു അഴിമതിയുടെ മേളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച എൻട്രൻസ് പ്ലാസയും അനുബന്ധ സാമഗ്രികളും ഇന്ന് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഇവിടെ വരുന്ന ഇപ്പോൾ ടൂറിസം ഒരു 20 രൂപ പാസ് നിരക്കിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ കയറി നിൽക്കുന്നതിനോ
അവർക്ക് ഒരു കുപ്പി വെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ കഴിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു സാഹചര്യവും ഇന്ന് ആ മേഖലയിലില്ല. അപ്പം ഈ എൻട്രൻസ് പ്ലാസ തുറന്നു കൊടുക്കുകയും അതുപോലെ തന്നെ മലങ്കരയുടെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ റൈഡുകൾ കൊണ്ടുവരികയും ബോട്ട് സവാരി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ ഒത്തിരി ആളുകൾ വീണ്ടും ഇവിടെ പ്രവേശിക്കുന്നതിന് സാഹചര്യം വരും. നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ടൂറിസം മാപ്പിൽ മലങ്കര ഒരു വലിയ പങ്കുവഹിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അതുവഴി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രത വളർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം കൂടുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിദേശികളടക്കമുള്ള ആളുകൾ ഈ മലങ്കരയിലേക്ക് കടന്നു വരുമ്പോൾ അത്തരം സാമ്പത്തിക സ്രോതസ്സ് നമുക്കിവിടെ വർദ്ധിക്കും. വിവിധ ആളുകളുടെ പണം ഇവിടെ ഒഴുകിയെത്തുന്നത് വഴി നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒത്തിരിയേറെ വരുമാനം ലഭിക്കുന്നതിനും കൂടി സാഹചര്യം ഒരുക്കും. നമുക്കറിയാം ടൂറിസം മേഖലയാണ് ഈ നാടിൻ്റെ വികസനം നിലനിൽക്കുന്നത്. നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് ടൂറിസം മേഖല വർദ്ധിപ്പിക്കുമ്പോഴാണ് വിദേശികൾ കടന്നു വരുന്നത്. അതുവഴി നമ്മുടെ നാടിൻ്റെ വികസനം വർദ്ധിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് മലങ്കര ടൂറിസം അത് മലമ്പുഴ മോഡലിൽ വികസിപ്പിക്കുമെന്ന് പലവണ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും യാതൊരുവിധ തുകയും ഇതിലേക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനമായിരുന്ന ജലാശയമുള്ളപ്പോൾ ആ ജലാശയത്തിലേക്ക് ബോട്ട് സവാരി ഉൾപ്പെടെ നടത്തുമ്പോൾ ആ ആളുകൾക്ക് കൂടുതൽ ആളുകളെ ആകർഷകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് എത്രയും പെട്ടെന്ന് ബോട്ട് സവാരി ഉൾപ്പെടെ ഈ മലങ്കര ജലാശയത്തിന് വളരെ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്ന തരത്തിൽ ഏറെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ കൊണ്ടുവരണം. അത് ഈയിടെ നമുക്കറിയാം ഇവിടെ നിന്നും പ്രഖ്യാപനങ്ങൾ നടത്തി 120 കോടിയും 200 കോടിയും ഒക്കെ നടത്തുന്ന പാക്കേജുകളും പ്രോജക്റ്റുകളും DPRും ഒക്കെ സബ്മിറ്റ് ചെയ്തെങ്കിലും അതിനൊന്നും അനുമതി ലഭിച്ചിട്ടില്ല. MLA അതിനുവേണ്ടി എത്രയേറെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും MP യുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന അനുമതി നമുക്കറിയാം. MLA ഈ MBAPയുമായി ചേർന്നുകൊണ്ട് സമർപ്പിച്ച DPRന് ഈയിടെ MLA സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ലഭിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ റെക്കമെൻഡേഷൻ ലഭിക്കുന്നില്ല എന്നടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. MBAPയും ജില്ലാ കളക്ടറും ഇതിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരായി നിൽക്കുമ്പോൾ ഇവിടെ വിവിധ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയപ്പോഴും ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള റൈഡുകൾ ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും യാതൊന്നും തുടങ്ങുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന തുകകളടക്കം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാം MBAPയിലുണ്ട്. ലക്ഷക്കണക്കിന് 20 ലക്ഷത്തിലധികം രൂപയുണ്ട്. ആ രൂപയെങ്കിലും ചിലവഴിച്ചുകൊണ്ട്, ഫണ്ടില്ല എങ്കിൽ ആ രൂപയെങ്കിലും ചിലവഴിച്ചുകൊണ്ട് കൂടുതൽ റൈഡ് കൊണ്ടുവരുന്നതിനും ഇവിടെ നമുക്കറിയാം റെയിൻ ഗാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. മഴ പെയ്താൽ ഇവിടെ നടക്കുന്ന മോർണിംഗ് വാക്കിനൊക്കെ ഒത്തിരി ആളുകൾ, മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ ആളുകൾ വരാൻ ഏറെ സാധ്യതകളുള്ളൊരു മേഖലയാണ്. കാരണം ഇവിടെ മുട്ടത്തെ അടക്കം ആളുകൾ, ഉദ്യോഗസ്ഥർ, ഒത്തിരിയേറെ ജീവനക്കാർ വന്ന് ചേരുന്ന ഒരു മേഖലയാണ് മുട്ടം. അവിടെ മോർണിംഗ് വാക്കിനൊക്കെ ഒത്തിരി ആളുകൾ വരുന്നതാണ് നമ്മുടെ ഈ മലങ്കര ടൂറിസത്തിൻ്റെ ഏരിയയിലൂടെ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവ കൂടുതൽ വികസിപ്പിക്കുന്നതിന് മഴ പെയ്താൽ കയറി നിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം മേഖലകൾ കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ട് അത് മലങ്കരയുമായിട്ടും ഇലവിഴ പൂഞ്ചിറയായിട്ടും ഇല്ലിക്കല്ലായിട്ടും അതുപോലെ തന്നെ ഇടുക്കി ഡാമുമായിട്ടും മൂന്നാറും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം മാപ്പ് നമുക്കറിയാം. വാഗമണ്ണ് വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. അവിടെയൊക്കെ ആരംഭിച്ചിരിക്കുന്ന പോലെയുള്ള ഇനിയിപ്പോൾ സർക്കാരിന് നേരിട്ട് പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ PPP മോഡലിൽ സ്വകാര്യ വ്യക്തികളെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ഒത്തിരിയേറെ ആളുകൾ ഈ ടൂറിസം മേഖലകളിൽ പണം മുടക്കുന്നതിന് തയ്യാറായി നിൽക്കുമ്പോൾ അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സർക്കാരിന് ഫണ്ടിൻ്റെ ലഭ്യതക്കുറവുണ്ടെങ്കിൽ അത് സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനം, ഈ നാടിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി മലങ്കര ടൂറിസം വർദ്ധിപ്പിക്കണം. അതിൻ്റെ വികസനം ഈ നാളുകളിൽ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് തൊടുപുഴയ്ക്കും അതുപോലെ തന്നെ മുട്ടത്തിനും സമീപ പ്രദേശങ്ങളിലും ഒത്തിരിയേറെ വികസന പദ്ധതികൾക്കും മറ്റ് വികസന മേഖലകൾക്കും റോഡിൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയിലൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇത് സാധ്യമാക്കും. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. മലങ്കര ടൂറിസം ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇതിൻ്റെ പ്രൊജക്റ്റുകൾ രൂപീകരിച്ച് കുറച്ച് നിർമ്മാണങ്ങളൊക്കെ നടത്തി ഒരു അനിശ്ചിതത്തിൽ കിടക്കുന്ന ഒരു പ്രോജക്റ്റാണ് മലങ്കര പ്രൊജക്റ്റ് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കോടികൾ മുടക്കി കുറച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ മാത്രം ആവിഷ്കരിച്ച് ഒരുപക്ഷെ വരുന്ന വിനോദസഞ്ചാരികൾ അവധി ദിവസങ്ങളിലൊക്കെ തന്നെ ആയിരങ്ങളാണ്, നൂറുകണക്കാണ് വരുന്നത്. അവർക്കൊന്നും ഒരു വിനോദസഞ്ചാരി വന്നിട്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഏറ്റവും ദൗർബല്യമായ ഒരു വികസന അല്ലെങ്കിൽ ഒരു മലങ്കര ടൂറിസം പ്രൊജക്റ്റായിട്ട് ഇത് മാറിയ അനാസ്ഥയാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുവാൻ ആകെയുള്ളത്. മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകൾ ദിനംപ്രതി ആയിരങ്ങൾ വന്നു പോകുമ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്തുണ്ടായ പ്രശസ്ത തിരുമനാടൻ ഒരു മരണപ്പെട്ട ഒരു വിഷയം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആളുകളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആ പുഴയിൽ വീഴുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ലൈഫ് ഗാർഡ് പോലും ഇല്ലാത്ത വളരെ കെടുകാര്യസ്ഥതയുള്ള ഒരു സംവിധാനമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ വരുന്നത് ഇവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റിനെയോ
ഗവൺമെൻറ്റിന് ബന്ധപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ ഈ പരിപാടിക്ക് വരുന്നത്. ഫീസ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ട ഇഷ്ടംപോലെ ചരിത്രങ്ങൾ പറയാനുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ എത്രയോ വിഷയങ്ങൾ പറഞ്ഞാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു എൻട്രൻസ് പ്ലാസ് പണിത് വെച്ചിട്ടുണ്ട്, കോടികൾ മുടക്കി. അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് വിജിലൻസിൻ്റെ കേസായി മറ്റ് നിയമങ്ങളിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വെക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു എൻട്രൻസ് പ്ലാസയോ അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോയി ഈ നാടിൻ്റെ ഒരു സമഗ്ര വികസനം എന്നുള്ളത് ഒരിക്കലും ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കൺമുന്നിൽ കാണാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗവൺമെൻറ്റിന് എടുത്തു പറയേണ്ടതുണ്ട്. വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഈ വിഷയത്തോട് ഒരു താല്പര്യമില്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ മറ്റ് ലോബികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ലോബികൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് പ്രൊജക്റ്റിനെ ഒരുപക്ഷെ ഇവർ അറിഞ്ഞോ അറിയാതെയോ നിരുത്സാഹപ്പെടുത്തി അവരെ സഹായിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ നൽകി വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഈ മലങ്കര ഈ ടൂറിസം എന്നുള്ള ഈ മലങ്കര സംവിധാനം എന്നുള്ളത് എത്രയും വേഗം ഗവൺമെൻറ് ഇടപെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് പഞ്ചായത്തും ഭരണസമിതികളും ഇവിടെയുള്ള ഏതൊക്കെ ഡെവലപ്മെൻറ്റ് അതോറിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് ഭംഗിയായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഇതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗുണം ഈ വികസനം കൊണ്ട് അല്ലെങ്കിൽ ടൂറിസം കൊണ്ട് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഞാൻ അതിപരിയായിട്ട് വീണ്ടും പറയുന്നു, എത്രയോ മരണങ്ങൾ സാക്ഷിയായ ആളുകളാണ് നാം എല്ലാവരും ഉള്ളത്. ഒരു ലൈഫ് ഗാർഡിനെ പോലും എത്രയോ തവണ ഈ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയെയും ജില്ലാ കളക്ടറെ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭരണകൂടങ്ങളെല്ലാം അടക്കമുള്ളവരെ ഉത്തരവാദിത്തം എഴുതി അറിയിച്ചിട്ടുള്ളതാണ് ഇവിടെ ലൈഫ് ഗാർഡ് നിയമിക്കണം എന്നുള്ളത്. ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ള എത്രയോ ആളുകൾ ദിനംപ്രതി വന്നു പോയിട്ട് എത്രയോ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അതൊരു ബുദ്ധിശീലമായ ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും വൈകിക്കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ബന്ധപ്പെട്ട അധികാരികളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് കൂടി ആലോചിച്ചുകൊണ്ട് നല്ലൊരു ലക്ഷ്യം ഈ മലങ്കര ടൂറിസം എന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എല്ലാവരെയും എത്രയും പെട്ടെന്ന് കോർത്തിണക്കി ബന്ധപ്പെട്ട അധികാരികളെല്ലാം രംഗത്ത് വരണമെന്ന് മാത്രമാണ് ഒരു പറയാനുള്ളത്. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ വന്ന മറ്റ് സൗകര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ പൈസ പോലും അനുവദിക്കാതെ ഈ പദ്ധതിയെ തുരങ്കം വെക്കുന്ന എന്തോ ചില ദുഷ്ടശക്തികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഈ നാടിൻ്റെ പൊതുവായ ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് നാടിൻ്റെ എല്ലാവർക്കും ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഇത്രയും മലങ്കര ജലാശയത്തിൽ ബന്ധപ്പെട്ടുള്ള എത്രയോ പദ്ധതികൾ പൂർത്തീകരിക്കാൻ പറ്റിയുണ്ട്. ഈ പൂർത്തീകരിക്കാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒരു സമയം കളഞ്ഞ് എന്തിനും സംസാരിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പം ശരിയാക്കി തരാം അല്ലെങ്കിൽ നാളെ ശരിയാക്കി തരാം എന്നുള്ള വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം 5 പഞ്ചായത്തുകളുടെ ബൗണ്ടറികളാണ്. അതായത് 325 സ്ക്വയർ കിലോമീറ്ററോളം ചുറ്റിക്കിടക്കുന്നതാണ് ഈ മലങ്കര ജലാശയത്തിൻ്റെ ചുറ്റുവട്ടമുള്ള പഞ്ചായത്തുകൾ. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് സ്വാഭാവികമായി അവർക്ക് ഹോം സ്റ്റേകളായിരുന്നാലും കാർഷിക ടൂറിസം ആയിരുന്നാലും അത്തരം സാധ്യതകൾ ധാരാളമുള്ളപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇടുത്തി പോലെ ഈ ബഫർ സോണിൻ്റെ ഇഷ്യൂ വരുന്നതും അതിനു മുൻപ് തന്നെ ഈ കാച്ച്മെൻ്റ് ഏരിയ മുഴുവൻ റിസർവ് ഫോറസ്റ്റ് ആക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി വന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ പദ്ധതികളുടെ മരണം തന്നെയാണ്. കാരണം ശക്തമായി ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ 8 വനനിയമങ്ങൾ ബാധകമാകുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകത്തില്ല. എന്നാൽ ഇതിനെ മറ്റൊരു തരത്തിൽ കണ്ടുകൊണ്ട് തമിഴ്നാടും കർണാടകയും പോലെയുള്ള സംസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ടൂറിസം മേഖലയിലേക്ക് ഈ ചുറ്റുവട്ടമുള്ള ആളുകളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധാനം ചെയ്താൽ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ജീവിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും തൊഴിലില്ലാത്ത മുഴുവൻ ആളുകൾക്കും തൊഴിലുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുതന്നെയാണ് ഇപ്പോൾ മുട്ടത്തെ സംബന്ധിച്ചിടത്തോളം മുട്ടത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ 8 സൈറ്റ് സീയിങ് ഉള്ള സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല ഇടുക്കിയുടെ കവാടമാണ് തൊടുപുഴ എന്ന് പറയുമ്പോഴും ഏതാണ്ട് എറണാകുളത്തിൻ്റെ സാറ്റലൈറ്റ് ടൗൺഷിപ്പ് ആകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. 24 മണിക്കൂർ 365 ദിവസവും ഇത്രയും ശുദ്ധമായ ജലം കിട്ടുന്ന ഒരു തടാകം കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചാൽ വളരെ ശക്തമായിട്ട് നമ്മുടെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാനും സർക്കാരിന് അതിന് മുതൽക്കൂട്ടാകുവാനും സാധിക്കും. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ ടൂറിസം ഹബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് പരാധീനതകളുണ്ട്. കാരണം
പൊതുജനം വരുന്ന അവിടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അവധി ദിവസങ്ങളിൽ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് അവിടെ ഒരു യൂറിനൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം പോലും അടുത്ത കാലം വരെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു ചെറിയ സാഹചര്യം ഉണ്ടായത്. പലതവണ ഞങ്ങൾ ജലവിഭവ മന്ത്രിയായിട്ടും ടൂറിസം മന്ത്രിയായിട്ടും നിവേദനങ്ങളിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ സംസാരിക്കുകയും നേരിട്ട് പല പ്രോജക്റ്റുകളും കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു പല കാര്യങ്ങളും ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ അവിടെ ലീസിനാണെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഈ ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് ധാരാളം തൊഴിലവസരങ്ങളും അതോടൊപ്പം തന്നെ ആ ടൂറിസം ഹബിനെ മനോഹരമാക്കി നിർത്താനും ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ആവശ്യമായ ടേക്ക് എ ബ്രേക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം അവിടെ ഒരുക്കാനുള്ള സംവിധാനമുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ടോ അതൊന്നും നടക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് വീണ്ടും അതിനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംരംഭം, ഈ ഒരു ടൂറിസം പ്രോജക്റ്റ് വിജയിച്ചാൽ മധ്യ കേരളത്തിൽ തന്നെ വലിയൊരു ഹോട്ട്സ്പോട്ടായി, ടൂറിസത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടായി, ഒരു എൻട്രൻസ് പ്ലേസായി മുട്ടം മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവും. മലങ്കര ടൂറിസം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അവഗണനയിലാണ് നമ്മുടെ മലങ്കര ടൂറിസം പ്രദേശം ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും പല പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു അവഗണന കൊണ്ടാണോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പരസ്പരമുള്ള ഒരു ചക്രത്തി പോരാട്ടം കൊണ്ടാണോ എന്നറിയില്ല, ഒരു പദ്ധതികൾ ഇവിടെ നടപ്പാകുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവനും വികസനം ഈ മലങ്കര ടൂറിസം പദ്ധതി വരുന്നതോടുകൂടി ഗംഭീരമായ മാറ്റങ്ങളാണ് ഇവിടെ വരാനിരിക്കുന്നത്. മലമ്പുഴ ടൂറിസം പദ്ധതി പോലെ അല്ലെങ്കിൽ അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള വലിയ പദ്ധതികൾ ഇങ്ങോട്ട് എത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസം ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. അടുത്ത കാലത്തായി ഇവിടെ സിനിമാ രംഗത്തുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റ് അനേകം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ പദ്ധതി ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ ഒട്ടനവധി നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഒത്തിരി വികസനം എത്തുന്ന ഒരു പദ്ധതിയാണ്. ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പലവട്ടം സർക്കാരുമായി, മന്ത്രിയുമായും MLA-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ടപ്പോഴെല്ലാം തന്നെ MLA-യുടെ ഭാഗത്താണെങ്കിലും വളരെ പി ജോസഫ് സാറിൻ്റെ അടുത്താണെങ്കിലും വളരെ ഞങ്ങൾക്ക് പ്രോത്സാഹനജനകമായ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പരസ്പര രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്തോ രാഷ്ട്രീയ അവഗണനയാണോ എന്നറിയില്ല. ഇത് പി ജെ ജോസഫിൻ്റെ മണ്ഡലമായതുകൊണ്ടാണോ എന്നും അറിയില്ല. മന്ത്രി തീർച്ചയായിട്ടും ഇതിൽ യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞങ്ങൾ പലവട്ടം അദ്ദേഹത്തെ കണ്ട് ഈ സംഭവത്തിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ ഈ നാട്ടിൽ ഈ വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഈ നാടിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ പലവട്ടം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരിൽ കാണുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ എൻട്രൻസ് പ്ലാസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ എൻട്രൻസ് പ്ലാസയുടെ നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുള്ളതാണ് പരക്കെയുള്ള പരാതി. അതിനുവേണ്ടി ഇവിടെ പരാതികൾക്കായിട്ടൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങളൊക്കെ നടന്നു വരുന്നുമുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ അവതാളത്തിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ബോട്ട് സർവീസിങ്, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, കാളവണ്ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഒത്തിരി വികസനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കുന്ന ഭാഗമാണ്. മുട്ടത്തെ ഇടുക്കി ജില്ലയുടെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ മലങ്കര ടൂറിസം പദ്ധതി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഭരണരംഗത്തു നിന്നുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അധികാരികളിൽ നിന്നുള്ള അവഗണനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാണ് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇവിടെ സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മലങ്കര ടൂറിസം പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനും ജനങ്ങൾ ഇവിടെ സംഘടിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ലോങ് മാർച്ചുകൾ നടത്തുവാനും അതുപോലെ തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട ഓഫീസുകൾ ഉപരോധിക്കുവാനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാനും ഞങ്ങളിവിടെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനായുള്ള തൊട്ടടുത്ത ദിവസങ്ങൾ മുതൽ ഞങ്ങൾ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ്. LDF ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 കൊല്ലമായി. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു. പക്ഷെ നമുക്കിവിടെ ഈ മുട്ടം ഭാഗത്തെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒരു
നീക്കുപോക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്കറിയാം ഇവിടെ ഏറ്റവും മികച്ചൊരു പദ്ധതി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇപ്പം ഈ മലങ്കര എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനിവിടെ മുട്ടത്തൊരു വ്യാപാരി കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അധികം വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യാപാരികൾക്ക് ഭയങ്കര മികച്ച നേട്ടം ഉണ്ടാകും. ഒന്നാമത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കച്ചവടത്തെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഒരു വേണ്ടത്ര നമുക്കൊരു അനുകൂലമായിട്ടൊരു ഇതുപോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കുറച്ച് നല്ല കാര്യങ്ങൾ വരുവാണെങ്കിൽ വ്യാപാരികൾക്ക് ഭയങ്കര മെച്ചമാണ്. നല്ല കച്ചവടങ്ങൾ വരും, നല്ല നല്ല സ്ഥാപനങ്ങൾ വരും, ആൾക്കാർ കൂടുതലായിട്ട് വന്നിറങ്ങും. അപ്പോൾ മൊത്തത്തിൽ മുട്ടം പ്രദേശത്തെ മൊത്തത്തിലൊരു നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഈ മുട്ടം മലങ്കര ടൂറിസം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, സർക്കാരുകൾ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് കോടിക്കണക്കിന് ഫണ്ട് അനുവദിച്ചെന്ന് പറയുന്നത്. അല്ലാതെ ഇതുവരെ ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല ഇതുവരെ. എൻട്രൻസ് പ്ലാസ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടേക്കാണ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കേണ്ടതാണ്. ചുമ്മാ ചോർന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടേക്കുന്നതല്ലാതെ ചുമ്മാ ഒരു കോടികൾ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാസയാണ്. അത് നമ്മൾ വിജിലൻസ് കേസ് കൊടുത്തിട്ടുണ്ട് അതിന്. നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുറകെ നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മലങ്കരയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് മലങ്കര പാർക്ക് എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. മലങ്കര പാർക്ക് വന്നതല്ലാതെ ഇവിടെ ഒരു വികസനമോ അല്ലെങ്കിൽ മലങ്കര പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എൻ്റർപ്രൈസ അതിൻ്റെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ബാത്റൂം സൗകര്യമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കുടിവെള്ളമോ ഒന്നുമില്ലാത്ത ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനവും വികസന മുരടിപ്പുമായിട്ടാണ് മലങ്കര പാർക്ക് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ മലങ്കര പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിയായ ശ്രീ റോഷി അഗസ്റ്റിനാണെങ്കിലും ഈ പാർക്കിലേക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ടോ വികസന പ്രവർത്തനങ്ങളിലേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും നാളിതുവരെയായിട്ട് എത്തി നോക്കിയിട്ടില്ല. എന്നിരുന്നാലും ഈ മലങ്കരയുടെ വികസനം എന്ന് പറയുന്നത് മലങ്കര പാർക്കാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ ഇവിടുത്തെ MLA മറ്റു ജനപ്രതിനിധികളോ മറ്റുള്ള പ്രാദേശിക നേതൃത്വം ഇതിനുവേണ്ടി മുൻകൈ എടുക്കുമ്പോൾ അതിനെ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് മലങ്കര പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അനാസ്ഥയിൽ നിന്നും ഇവിടുത്തെ അധികാരികൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രഖ്യാപനങ്ങളല്ലാതെ മലങ്കര പാർക്കിലേക്ക് പ്രഖ്യാപനം എന്ന് പറയുന്നത് ചുമ്മാ ഒരു എന്താ പറയുന്നത്, നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള ഒരു പാക്കേജും മലങ്കര പാർക്കിലേക്ക് വരുന്നില്ല. മറ്റ് തൊട്ടടുത്ത വാട്ടർ തീം പാർക്കായ കാഞ്ഞാറ്, അവിടെ ഒന്നുമില്ലാതെ ഒരു ചുമ്മാ കുറച്ചൊരു പച്ചത്തുരുത്ത് മാത്രമുണ്ട്. അവിടെ വികസനത്തിന് കോടികൾ മുടക്കുകയും മലങ്കര പാർക്കിലേക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇത് നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടുമില്ല. മലങ്കരയുടെ വികസനമായിട്ട് പറയുമ്പം നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്നാൽ ഞങ്ങളിപ്പോൾ ഉള്ള പാവപ്പെട്ട കുറേ തൊഴിലാളികളുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സ്, ടാക്സി, ഓട്ടോ എല്ലാം മേഖലയിലുള്ള ആൾക്കാർക്കും വളരെയധികം ഗുണം ചെയ്യും. പിന്നെ അത് കൂടാതെ മലങ്കര വികസന പ്രവർത്തനം എന്ന് പറയാനായിട്ട് നമുക്കൊരു ബോട്ട് സർവീസ് ആവശ്യമാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ കച്ചവട സ്ഥാപനങ്ങൾ അവരൊക്കെ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകണം. പിന്നെ ഇപ്പം കൂടുതലായിട്ട് പറയാനായിട്ട് ഇതെന്തുകൊണ്ടും മുട്ടത്തിനൊരു നല്ല കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് നന്നായിട്ട് വികസിക്കണം എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. എന്തുകൊണ്ടാണ് ഇത് നടപ്പാകാത്തത്? അത് നമുക്കിപ്പം ആര് ഭരിച്ചാലും അവരൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. പഞ്ചായത്ത്, നാട്ടുകാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, MEP ആയിട്ട് അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ബന്ധപ്പെട്ട് നന്നായിട്ടൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ മുട്ടത്തിനൊരു നല്ല സർവ്വകാല റെക്കോർഡായിരിക്കും. അതിൻ്റെ അകത്തൊരു മന്ത്രിനെയോ MLAനെയോ MPനെയോ ഇല്ലെങ്കിൽ ആരും തനിച്ച് പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും കൂടെ ഒത്തായിട്ട് പ്രവർത്തിച്ചാൽ ഈ മേഖല നന്നാവും. ഇവിടെ ബോട്ട് സർവീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഇവിടുന്ന് ഷട്ടിൽ സർവീസ് മുട്ടത്തിൽ നിന്ന് ഇടാം. നമുക്ക് ഈ പാർക്കിൻ്റെ അങ്ങോട്ട് ഷട്ടിൽ സർവീസ് വേണ്ടി വരും. അതല്ലാതെ ടാക്സി കൂട്ടം കിട്ടും. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. ചെയ്താൽ നല്ല കാര്യമാണ്, വന്നാൽ നല്ല കാര്യമാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്ന മലങ്കരയിൽ മലമ്പുഴ മോഡൽ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആകെ വിനോദത്തിനായുള്ളത് ഈ കാണുന്ന ഈ പാർക്ക് മാത്രമാണ്. മലമ്പുഴ മോഡൽ പദ്ധതി നടപ്പിലാക്കിയാൽ ഇവിടെ പൂന്തോട്ടം, ആനസവാരി, കുതിരസവാരി ഉൾപ്പെടെയുള്ളവ ഒരുക്കാനാകുമെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു. മലങ്കരയ്ക്ക് സമീപമുള്ള 4 ഗ്രാമപഞ്ചായത്തുകളുടെ സമഗ്ര വികസനത്തിനുൾപ്പെടെ മലങ്കര ജലാശയം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ അധികൃതർ ഇതിനൊന്നും തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും മലങ്കരയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തും അധികൃതർ എത്രയും വേഗം ഉണരണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.